നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ വേണുവാണെങ്കിൽ ആദർശിനെയും നയനയും കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. നിന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ ഈ കേസിൽ നിന്ന് എങ്ങനെയും ഒന്ന് ഒഴിവാക്കി തരണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ആദർശ് പറയുന്നുണ്ട്, പിന്നെ അനന്തപുരി തറവാടിലോട്ട് കയറ്റാനേ ഒട്ടും യോഗ്യത ഇല്ലാത്ത ആയിരുന്നു തൻ്റെ മോള്, പക്ഷേ എന്ത് ചെയ്യാൻ, അവിടെ വന്ന് കയറിപ്പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ വേണു പറയുന്നുണ്ട്, ഞാൻ സത്യാവസ്ഥകളെല്ലാം ഞാൻ പറയാം, എന്നെ നീ കേസിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണമെന്നൊക്കെ പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒഴിവാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നന്ദ് പറയുന്നുണ്ട്, ആദർശ് ഏട്ടാ ഇത് കണക്ക് എന്നെയും അച്ഛനെയും ചേച്ചിമാരെയും എല്ലാം ഈ ഒരു കാര്യത്തിന് ഇവർ കേസൊക്കെ കൊടുത്ത് കുറ്റപ്പെടുത്തിയതല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്കും ഇൻട്രസ്റ്റിൽ ഈ കേസ് അന്വേഷിച്ചതെന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് നമ്മൾ ആദർശൻ്റെ അതിനെയും കൂടെ അനന്തപുരി തറവാടിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ അനാമികയാണെങ്കിൽ ഇവർ വരുന്ന സമയത്ത് പൊട്ടിത്തെറിച്ച് വരുത്തി സംസാരിക്കും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നന്ദുവിനെ കണക്കൊരു പോലീസ് ഓഫീസർ ഉണ്ടെങ്കിൽ കേസ് എങ്ങനെ വേണമെങ്കിലും ആക്കാമെന്നൊക്കെ പറയുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു കുടുംബം നഷ്ടപ്പെടണ്ടെന്നും പറഞ്ഞിട്ട് പല കാര്യങ്ങളും ഞങ്ങൾ സഹിക്കുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയും ഞങ്ങൾ സഹിക്കുമെന്നും ക്ഷമിക്കുന്ന ആരും വിചാരിക്കേണ്ട, ചിലപ്പോൾ സഹിയിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പൊട്ടിത്തെറിച്ചിട്ട് ഞങ്ങളെല്ലാ സത്യങ്ങളും പറയും. ആ ടൈമിൽ ഇവിടെ അച്ഛനൊക്കെ ചിലപ്പോൾ കോടതിയിലായിരിക്കും മറുപടി പറയേണ്ടതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ അനാമികയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.